Hi everyone, welcome to my classroom. Today we are going to solve another problem from flexible budget. The question is expenses budgeted for production of 10,000 units in a factory are furnished below. Material cost rupees 70 per unit cost, that is labor cost 25, variable overhead 20, fixed overhead 1 lakh rupees 10, variable expense direct in nature, that is rupees 5, selling expenses 20% fixed 15, distribution overhead 10% fixed rupees 10, and administrative expenses rupees 5, that is 50,000. The total cost of sales per unit 160. Prepare a budget for production of 8,000 units. ഇത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ്. 10,000 യൂണിറ്റ് ആകുമ്പോൾ എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് വരിക, ഒരു യൂണിറ്റിന് എത്ര രൂപയാണ് വരിക എന്നുള്ളത് തന്നിട്ടുണ്ട്. ഈ 10,000 യൂണിറ്റിന് പകരം 8,000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ കോസ്റ്റിലും വരുന്ന ചേഞ്ചസ് എങ്ങനെയായിരിക്കും? മെറ്റീരിയൽ കോസ്റ്റ് ആയാലും ലേബർ ആയാലും അതർ ഓവർ ഹെഡ്സ് ആയാലും നമുക്ക് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണ് ഫിക്സഡ്, വാരിയബിൾ, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഫിക്സഡ് ആണ്, എത്ര പെർസെൻറ്റേജ് ആണ് വാരിയബിൾ എന്നുള്ളതും നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 8,000 യൂണിറ്റ് ആണെങ്കിൽ എത്ര കോസ്റ്റ് വരും എന്നുള്ളത് കണ്ടുപിടിക്കണം. ബിഫോർ ദാറ്റ് ഓരോ കോസ്റ്റും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അനലൈസ് ചെയ്യണം. മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ് നോക്കൂ. ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയലും ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും നമുക്ക് ഫസ്റ്റ് എടുക്കുക. അത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഫിക്സഡ് ഓവർ ഹെഡ് 1 lakh തന്നിട്ടുണ്ട് ഇല്ലേ? വാരിയബിൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് rupees 20 തന്നിട്ടുണ്ട്. കണ്ടോ? അത് നമുക്ക് അവിടെ എടുക്കണം. അതിനുശേഷം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ബിഫോർ ദാറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഇത് ഓഫീസ് എക്സ്പെൻസ് ആണ് അല്ലേ? അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡായിട്ട് എടുക്കുക. ഇതിനെ വാരിയബിൾ ആൻഡ് ഫിക്സഡ്, ഇത് ഫാക്ടറി എക്സ്പെൻസ് ആണ് കേട്ടോ. അപ്പോൾ അധിക ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്ത് തരും, ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഫാക്ടറി എക്സ്പെൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. അധിക ക്വസ്റ്റ്യനിലും ഫാക്ടറി എക്സ്പെൻസ് പ്രത്യേകമായിട്ട് പറയും. ഇനി ഈ പ്രൈം കോസ്റ്റിന് കൂടെ നമുക്ക് ഫാക്ടറി എക്സ്പെൻസ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റാണ് കിട്ടുക. ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ നമുക്ക് സെല്ലിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണം, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ക്ലിയർ അല്ലേ? ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ യൂണിറ്റ് കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ നമുക്കിത് ചെയ്ത് നോക്കാം. ഇനി എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻസർ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. ദെൻ ഔട്ട്പുട്ട് 10,000, ഔട്ട്പുട്ട് 8,000. ഇതിൽ 10,000 യൂണിറ്റിൽ പെർ യൂണിറ്റ് കോളം വേണം, ടോട്ടൽ കോളം വേണം. അതേപോലെ 8,000 യൂണിറ്റിൽ പെർ യൂണിറ്റ് കോളം വേണം, ടോട്ടൽ റുപ്പീസ് കോളം വേണം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മെറ്റീരിയൽ എടുക്കാം, ലേബർ എടുക്കാം, ഡയറക്റ്റ് എക്സ്പെൻസസും എടുക്കാം. ഇതിൽ പെർ യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 70 ആണ്, 25 ആണ്. അതേപോലെ വാരിയബിൾ എക്സ്പെൻസ് 5 തന്നിട്ടുണ്ട്. ഓക്കെ, വാരിയബിൾ ആയതുകൊണ്ട് തന്നെ അത് പെർ യൂണിറ്റ് കോസ്റ്റ് ചേഞ്ച് ആവില്ല. അപ്പോൾ 10,000 യൂണിറ്റ് ആണെങ്കിൽ ഇത് മൂന്നിനെയും നമ്മൾ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 7 lakh 2,50,000 ആൻഡ് 50,000 കിട്ടും. ഇതേ യൂണിറ്റ് തന്നെയാണ് 8,000 ആണെങ്കിലും വരിക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 8,000 യൂണിറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിനെയും നമ്മൾ 8,000 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 8,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5,60,000, 2 lakh ആൻഡ് 40,000 ഇങ്ങനെയാണ് കിട്ടുക. ചെയ്ത് നോക്കും, ഇങ്ങനെ തന്നെയാണ് കിട്ടുക. ഇതിലെല്ലാം കൂടെ ചേർത്ത് നമുക്കിത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? പ്രൈം കോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു 10 lakhൻ്റെ നേർക്ക്, ഈ 100ൻ്റെ നേർക്ക് നിങ്ങൾ പ്രൈം കോസ്റ്റ് എന്ന് എഴുതിക്കോളും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓവർ ഹെഡ് 2 തന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാതെ തന്നിട്ട് ഫാക്ടറി ഓവർ ഹെഡാണ് കേട്ടോ. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് കൊടുത്ത് വാരിയബിളും ഫിക്സഡും സെപ്പറേറ്റ് എഴുതാം. വാരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. നിങ്ങൾ നോട്ട്ബുക്ക് വെച്ചിട്ട് ചെയ്യാം. വാരിയബിൾ ഓവർ ഹെഡ് ഇവിടെ 20 ആണ് ഒരു യൂണിറ്റിന്. ഫിക്സഡ് ഓവർ ഹെഡ് 1 lakh ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം.
ആൻസർ ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക. നോക്കൂ, വാരിയബിൾ ഓവർ ഹെഡ് 20 ആണ്. പെർ യൂണിറ്റിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവിടെയും 20 ആണ് എഴുതേണ്ടത്. 10,000 യൂണിറ്റ് ആകുമ്പോൾ 2 ലാക്ക് വരും. 8,000 യൂണിറ്റ് ആകുമ്പോൾ 1,60,000 വരുള്ളൂ. ഓക്കെ. ഫിക്സഡ് എന്ന് പറയുന്നത് 1 ലാക്ക് ആണ്. അത് എത്ര യൂണിറ്റ് ആണെങ്കിലും എമൗണ്ട് ഒന്ന് തന്നെ ആയിരിക്കും. 1 ലാക്ക് ഇപ്പുറത്തും എഴുതുക. പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 1 ലാക്ക് 10,000 യൂണിറ്റിനാകുമ്പോൾ എത്ര വരും? 10 രൂപയാണ് വരിക. അതെങ്ങനെ കിട്ടിയേ? 1 ലാക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്കറിയാം 1 ലാക്ക് ഡിവൈഡഡ് ബൈ 10,000 യൂണിറ്റ്സ്, അപ്പോൾ 10 രൂപ കിട്ടും. അതുപോലെ 1 ലാക്ക് ഇവിടെ നമുക്ക് പെർ യൂണിറ്റ് കിട്ടാൻ എന്ത് ചെയ്യാം? 1 ലാക്ക് ഡിവൈഡഡ് ബൈ 8,000 യൂണിറ്റ്. 8,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് 12 രൂപ 50 പൈസയാണ് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ വാരിയബിൾ ഓവർ ഹെഡ് പെർ യൂണിറ്റിൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ അത് അതുപോലെ എഴുതി. ഇൻറ്റു 10,000 ഇൻറ്റു 8,000 എമൗണ്ട് കിട്ടി. ഫിക്സഡ് എന്ന് പറയുന്നത് രണ്ടിലും 1 ലാക്കാണ് വരിക, ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ ചേഞ്ച് എവിടെ വരിക? പെർ യൂണിറ്റിലാണ് വരിക. 10,000 ആണെങ്കിൽ ഒരു യൂണിറ്റിന് 10 രൂപ വരും. 8,000 ആണെങ്കിൽ ഒരു യൂണിറ്റിന് 12.5 വരും. ഓക്കെ അല്ലേ? ഇനി ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫാക്ടറി എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് എന്നിവിടെ എഴുതി ചേർക്കാം. 130 കിട്ടും പെർ യൂണിറ്റ്. 13 ലാക്ക് നമുക്ക് എമൗണ്ടിൽ കിട്ടും. 132.5 പെർ യൂണിറ്റ് കിട്ടും. 10,60,000 എമൗണ്ടും കിട്ടും. ഓക്കെ. ഇനി നമുക്ക് എന്താണ് ആഡ് ചെയ്യാനുള്ളത്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, അതല്ലെങ്കിൽ ഓഫീസ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അവിടെ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട് 50,000 ആണെന്ന്. അവിടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളത് ഫിക്സഡ് ആയിട്ടാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് അസ്യൂംഡ്. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ് 50,000 ആണ് എന്നുള്ളത്. ഫിക്സഡ് ആണ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ 10,000 യൂണിറ്റിൽ 50,000 എഴുതുന്ന പോലെ 8,000 യൂണിറ്റിലും 50,000 എഴുതാം. പെർ യൂണിറ്റിൽ വ്യത്യാസം വരില്ലേ? കാരണം 10,000 യൂണിറ്റ് ആകുമ്പോൾ 5 രൂപയാണ് വരുള്ളൂ ഒരു യൂണിറ്റിന്. പക്ഷേ 8,000 യൂണിറ്റേ പ്രൊഡ്യൂസ് ചെയ്യണുള്ളൂ എങ്കിൽ എത്ര രൂപ വരും? 50,000 ഡിവൈഡഡ് ബൈ 8,000 യൂണിറ്റ്സ്. അപ്പോൾ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 6.25 ആണ് ഒരു യൂണിറ്റിന് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് വരിക. 8,000 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 135 കിട്ടും. ഇവിടെ 138.75 കിട്ടും. ഇതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എമൗണ്ട് 13,50,000, 11,10,000 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ എമൗണ്ട് വരിക. ദറ്റ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെല്ലിംഗ് എക്സ്പെൻസസ് ആണ്. സെല്ലിംഗ് ഓവർ ഹെഡാണ്. അതിൽ ഫിക്സഡ് എന്ന് പറയുന്നത് 20% ആണ്. 20% ഫിക്സഡും. അപ്പോൾ ബാക്കി വാരിയബിൾ 80% ആയിരിക്കും. ഓക്കെ. ഇനി ഫിക്സഡ് ആയാലും ശരി വാരിയബിൾ ആയാലും ശരി എത്ര രൂപയുടെ ഏതിൻ്റെ മുകളിലാണ്? ഒരു യൂണിറ്റിന് 15 രൂപയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ. ഒരു യൂണിറ്റിന് 15 രൂപ എന്ന് പറയുമ്പോൾ 10,000 യൂണിറ്റ് ആണെങ്കിൽ എത്ര വരിക? 1,50,000 അല്ലേ ടോട്ടൽ സെല്ലിംഗ് എക്സ്പെൻസ് വരേണ്ടത്. ആ 1,50,000-ൻ്റെ 20% 30,000 രൂപയാണ് വരിക. 1,50,000 എന്ന് പറയുന്നത് 15 രൂപ. നോക്കൂ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുക. ലിസൺ. ഉണ്ടോ? സെല്ലിംഗ് എക്സ്പെൻസ് 20% ഫിക്സഡ്. 1,50,000 എന്ന് പറഞ്ഞാൽ 15 രൂപ ഇൻറ്റു 10,000. അപ്പോൾ എത്ര കിട്ടുക? 1,50,000 ആണ് കിട്ടുക. അതിൻ്റെ 20% ഫിക്സഡ്, ബാക്കിയുള്ളത് വാരിയബിൾ. അപ്പോൾ നോക്കൂ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ 30,000. 1,50,000-ൻ്റെ 20% എന്ന് പറയുന്നത് 30,000 ആണ്. അത് ഒരു യൂണിറ്റിന് അപ്പോൾ കോസ്റ്റ് വരിക 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് 3 രൂപയെ വരുള്ളൂ. 30,000 ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പുറത്തും ഫിക്സഡ് ആണ് വരിക. പക്ഷേ യൂണിറ്റിൽ വ്യത്യാസം വരും. പെർ യൂണിറ്റിൽ വ്യത്യാസം വരും. 8,000 ആണ് വരിക. അപ്പോൾ 3 രൂപ 75 പൈസ വരും ഒരു യൂണിറ്റിന്. 30,000 ഡിവൈഡഡ് ബൈ 8,000 വരും അല്ലേ? 8,000 യൂണിറ്റല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു യൂണിറ്റിന് 3.75 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൽ തന്നെ വാരിയബിൾ ഇല്ലേ? ബാക്കി 80% എന്താണ്? വാരിയബിളാണ്. ദാറ്റ് ഈസ് 1,50,000-ൻ്റെ ബാക്കിയുള്ള 80%-ഉം വാരിയബിൾ ആണെന്ന് പറയുമ്പോൾ 1,20,000 വാരിയബിൾ ആയിരിക്കും ബാക്കിയുള്ള പോർഷൻ.
അപ്പോൾ 1,20,000 ഡിവൈഡഡ് ബൈ 10,000 എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിന് എത്ര വരിക? 12 രൂപ വരും. ക്ലിയർ ആണോ? വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ടോട്ടൽ എമൗണ്ടാണ് വാരി ചെയ്തുകൊണ്ടിരിക്കുക. പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. എപ്പോഴും അത് നോട്ട്ബുക്കിൻ്റെ ഒരു സൈഡിൽ എഴുതിയിട്ടുള്ള കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ 12 രൂപയാണ് 10,000 യൂണിറ്റ് ആണെങ്കിലും അതേ 12 രൂപയായിരിക്കും 8,000 യൂണിറ്റ് ആണെങ്കിലും. അപ്പോൾ 12 രൂപ ഇൻറ്റു 8,000 അപ്പോൾ എത്ര വരിക? 96,000. ക്ലിയർ അല്ലേ? അപ്പോൾ 12 റുപ്പീസ് ഇൻറ്റു 10,000 1,20,000. 12 റുപ്പീസ് ഇൻറ്റു 8,000 എന്ന് പറയുന്നത് 96,000. എങ്ങനെയാണ് ഈ 12 കിട്ടിയത്? 15ൻ്റെ 80% ആണ്. അതല്ലെങ്കിൽ 1,50,000ൻ്റെ 80% ആണ് 1,20,000. 1,20,000 ഡിവൈഡഡ് ബൈ 10,000 ആണ് 12. രണ്ട് രീതിയിലായാലും നമുക്ക് ആൻസർ കറക്റ്റായി കിട്ടും. അടുത്തതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആണ്. അതിൽ 10% ഫിക്സഡ് ആണ്. 10 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ 1 രൂപ ഫിക്സഡ് ആയിട്ട്. ഓക്കെ, അപ്പോൾ 10 രൂപ ഇൻറ്റു 10,000 ആകുമ്പോൾ തന്നെ 1,00,000 വന്നു. അതിൻ്റെ 10% ഫിക്സഡ് എന്ന് പറയുമ്പോൾ 10,000 ഫിക്സഡ്. 10,000 ഡിവൈഡ് ബൈ 10,000 1 അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിക്സഡ് എന്ന് പറയുന്നത് ഈ 10,000 തന്നെ ആയിരിക്കും 8,000 യൂണിറ്റ് ആണെങ്കിലും വരുന്നത്. പക്ഷേ യൂണിറ്റിൽ പെർ യൂണിറ്റിൽ വ്യത്യാസം വരും. കാരണം യൂണിറ്റിൽ ഇവിടെ വ്യത്യാസമുണ്ട്. 10,000 റുപ്പീസ് വരുന്നത് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്? 8,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ 10,000 രൂപ ഡിവൈഡഡ് ബൈ 8,000 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.25 1 രൂപ 25 പൈസയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതേതാണ്? ഫിക്സഡ്. ബാക്കിയുള്ള 90%ഉം വാരിയബിൾ ആണ്. ദാറ്റ് ഈസ് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 1,00,000ൻ്റെ 90% എന്ന് പറയുമ്പോൾ 90,000 റുപ്പീസ് വാരിയബിൾ ആണ്. ഒരു യൂണിറ്റിന് എത്ര രൂപ വരും? 90,000 ഡിവൈഡഡ് ബൈ 10,000 ദാറ്റ് ഈസ് 9 റുപ്പീസ്. 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ 9 രൂപ ഒരു യൂണിറ്റിന് വരും. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് 9 റുപ്പീസ് ഇപ്പുറത്ത് എടുക്കുക. 9 സെയിം ആണല്ലോ, വ്യത്യാസം വരില്ലല്ലോ. പക്ഷേ എന്തിൽ വ്യത്യാസം വരും? എമൗണ്ടിൽ വ്യത്യാസം വരും. കാര്യം എന്താണ്? 9 ഇൻറ്റു 8,000 യൂണിറ്റ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 9 ഇൻറ്റു 8,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 72,000. പറയുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട്ബുക്കിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മളിവിടെ പ്രൈം കോസ്റ്റ് കണ്ടു, ഫാക്ടറി കോസ്റ്റ് കണ്ടു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടു, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്തു. രണ്ടും കൂടെ ആഡ് ചെയ്തു, നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ നേർക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് എഴുതിക്കോളൂ കേട്ടോ. ലാസ്റ്റ് കിട്ടുന്നത് എന്താണ്? ടോട്ടൽ കോസ്റ്റാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് എഴുതി ചേർക്കുക. 160. 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 16 ലാക്കാണ് എമൗണ്ട്. 8,000 യൂണിറ്റിൻ്റെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് 164.75 റുപ്പീസ് വരും. 13,18,000 വരും. അപ്പോൾ ഇവിടെ 10,000 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു യൂണിറ്റിന് നമുക്ക് 160 രൂപ ചാർജ് ചെയ്യാം. പക്ഷേ 8,000 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 164 റുപ്പീസ് വരും. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.